എന്തിനാണ് ക്രിക്കറ്റ് കളിക്കാർ പന്ത് പാൻറിൽ ഉരയ്ക്കുന്നത്? ക്രിക്കറ്റ് കളിക്കിടയിൽ കളിക്കാർ പന്ത് പാൻറിൽ ഉരയ്ക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? എഴുത്തിലൂടെ കോടീശ്വരിയായി മാറിയ എഴുത്തുകാരി എങ്ങനെ കോടീശ്വരി അല്ലാതെ തീർന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? ഒരേ സമയം രണ്ട് കൈകൾ കൊണ്ടും എഴുതാൻ കഴിയുന്ന പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇത്തരത്തിലുള്ള അതിശയിപ്പിക്കുന്ന 20 ഫാക്റ്റുകളാണ് ഇന്ന് ഫാക്സ് മലയാളം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്പർ 17. നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് കൈയും ഉപയോഗിച്ച് എഴുതാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? എന്നാൽ അതിന് കഴിയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തട്ടെ. ആദി സ്വരൂപ എന്ന 16 വയസ്സുള്ള മംഗളൂരു സ്വദേശിയായ പെൺകുട്ടിക്ക് ഒരേ സമയം തന്റെ രണ്ട് കൈകൾ കൊണ്ടും എഴുതുവാൻ സാധിക്കും. ഒരേ ദിശയിൽ മാത്രമല്ല, എതിർ ദിശയിൽ രണ്ട് കൈകൾ ഉപയോഗിച്ച് എഴുതാനും ആദി സ്വരൂപയ്ക്ക് കഴിയും. 10 വ്യത്യസ്തമായ ശൈലികളിൽ ഇതുപോലെ എഴുതാനുള്ള കഴിവും ആദി സ്വരൂപയ്ക്കുണ്ട്. ആദി സ്വരൂപയുടെ പേരിൽ ഒരു വേൾഡ് റെക്കോർഡുമുണ്ട്. മിനിറ്റിൽ 45 വാക്ക് വേഗതയിൽ എഴുതിയതിനുള്ള ലോക റെക്കോർഡാണത്. ആദി മിടുക്കിയല്ലേ അല്ലേ ഗൈസ്? നമ്പർ 16. ഭൂമിയിൽ ജീവന്റെ ആദ്യ തുടിപ്പുകൾ സമുദ്രത്തിലാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ജീവന്റെ തുടിപ്പ് എന്തിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് ഇന്നും ഉത്തരമില്ലാതെ കിടക്കുന്ന ചോദ്യമാണ്. വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ അജൈവ വസ്തുക്കളിൽ ഏകകോശ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അജൈവ വസ്തുക്കളിൽ നിന്നുമാണ് ജീവന്റെ തുടിപ്പുണ്ടായത് എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില പ്രോട്ടീൻ സ്ട്രക്ചറുകൾ അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ നാസ ഈ അടുത്ത് കണ്ടെത്തി. ഇത് എത്രത്തോളം ജീവന്റെ ഉൽപ്പത്തിയെ സാധൂകരിക്കുന്നതാണ് എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയുവാൻ കഴിയില്ല. എങ്കിലും ഈ കണ്ടുപിടുത്തം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഭാവിയിൽ അജൈവ വസ്തുക്കളിൽ നിന്നും ജീവന്റെ തുടിപ്പുകൾ നിർമ്മിക്കുവാൻ ശാസ്ത്രജ്ഞന്മാർക്ക് വഴി തുറന്നേക്കും. നമ്പർ 15. 2017 ഖത്തർ എയർവേസിന്റെ ഒരു വിമാനം ഇന്ത്യയിൽ എമർജൻസിയായി ലാൻഡ് ചെയ്തിരുന്നു. എന്തായിരുന്നു കാരണം? ആ വിമാനത്തിലെ ഒരു യാത്രക്കാരി അവരുടെ ഭർത്താവിനെ തല്ലുന്നത് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ദോഹയിൽ നിന്നും ഇന്തോനേഷ്യയിലേക്ക് ബാലിയിലേക്ക് പോകുകയായിരുന്ന വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡ് ചെയ്യേണ്ടി വന്നത്. ഇനി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് കൂടി കേട്ടോളൂ. വിമാനയാത്രക്കിടയിൽ ഉറങ്ങിപ്പോയ ഭർത്താവിന്റെ ഫോൺ ഭാര്യ അയാളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് തുറന്ന് പരിശോധിച്ചു. അതോടെ തന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആ സ്ത്രീ ദേഷ്യമൂത്ത് തന്റെ ഭർത്താവിനെ പൊതിരെ തല്ലുകയായിരുന്നു. അവരുടെ തല്ല് ക്യാബിൻ ക്രൂവിനും സഹയാത്രികർക്കും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇരുവരെയും ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കിവിട്ട് വിമാനം യാത്ര തുടർന്നു. നമ്പർ 14. ഹാരി പോട്ടറെ കുറിച്ച് കേൾക്കാത്തവരെ ആരെങ്കിലും ഉണ്ടാകുമോ? ലോകത്ത് 80 ഭാഷകളിലായി 50 കോടിയിലധികം ഹാരി പോട്ടർ പുസ്തകങ്ങൾ ഇന്നുവരെ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജെ.കെ. റൗളിംഗ് എന്ന എഴുത്തുകാരിയും ലോക പ്രശസ്തിയാക്കിയ ഈ സാങ്കല്പിക കഥാപാത്രവും കഥകളും റോളിംഗിനെ ഒരു വലിയ കോടീശ്വരിയാക്കി മാറ്റുന്നതിലും വലിയ പങ്ക് വഹിച്ചു. 2011 ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിരുന്ന ജെ.കെ. റോളിംഗിന് അധികം വൈകാതെ തന്റെ കോടീശ്വര പദവി നഷ്ടമായി. എങ്ങനെയെന്നോ? തന്റെ സമ്പാദ്യത്തിലെ ഒരു വലിയ ഭാഗം റോളിംഗ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകി. അതോടെയാണ് റോളിംഗിന് തന്റെ കോടീശ്വര പദവി നഷ്ടമായത്. ജെ.കെ. റോളിംഗിന്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ മറുപടി പറയണേ. നമ്പർ 13. ചില ആളുകൾ അവരുടെ ചില സവിശേഷതകളാൽ ലോക പ്രശസ്തരാകാറുണ്ട്. അമേരിക്കയിലെ ലീ റെഡ്മണ്ട് എന്ന യുവതി ലോക പ്രശസ്തിയായത് അവരുടെ നീളമുള്ള നഖങ്ങൾ മൂലമാണ്. 1979 മുതലാണ് ലീ നഖം വളർത്തുവാൻ തുടങ്ങിയത്. 2008 ഈ നഖങ്ങളുടെ നീളം 8.67 മീറ്റർ ആയതോടെ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നീളമുള്ള നഖമുള്ള വ്യക്തി എന്ന ലോക റെക്കോർഡ് ലീ കരസ്ഥമാക്കി. എന്നാൽ 2009 ഒരു കാർ ആക്സിഡന്റിനെ തുടർന്ന് ലീ റെഡ്മണ്ടിന് തന്റെ നീളമുള്ള നഖങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. നമ്പർ 12. മനുഷ്യ ശരീരത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദന ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? മിക്കവരും ഉത്തരമായി പറയുക പ്രസവ വേദന എന്നായിരിക്കും. പ്രസവ വേദന മനുഷ്യ ശരീരത്തിന് അസഹ്യമായ വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാൽ പ്രസവ വേദനയ്ക്ക് മനുഷ്യ ശരീരത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദനകളിൽ 2ാം സ്ഥാനം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഏതായിരിക്കും 1ാം സ്ഥാനത്തുള്ള വേദന? പറയാം. 1ാം സ്ഥാനം മനുഷ്യ ശരീരത്തിൽ തീപിടിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയ്ക്കാണ്. മറ്റെല്ലാ വേദനകളേക്കാളും അസഹ്യമായ വേദനയാണ് ശരീരത്തിൽ തീ പടരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്പർ 11. ലെതർ ഉൽപ്പന്നങ്ങൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എന്നാൽ നിങ്ങൾക്കറിയുമോ, പ്രതിവർഷം 100 കോടി ജീവികളെയാണ് ലെതർ നിർമ്മാണത്തിന് ആവശ്യമായ തുകലിന് വേണ്ടി കൊന്നൊടുക്കുന്നത്. അതുപോലെ തന്നെ ലെതറിന്റെ നിർമ്മാണം വളരെയധികം പരിസര മലിനീകരണവും ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് കൂടിയാണ്. ഈ 2 പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാർഗം കണ്ടെത്തിയിരിക്കുകയാണ് മെക്സിക്കോയിലെ 2 സംരംഭകരായ അഡ്രിയാൻ ലോപ്പസ് വെലാർദയും മാർട്ടി കസാരസും. സാധാരണ ലെതറിന് പകരമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന വീഗൻ ലെതർ ഇവർ കണ്ടുപിടിച്ചു. ഈ വീഗൻ ലെതർ നിർമ്മിക്കുന്നത് കള്ളിമുൾച്ചെടിയിൽ നിന്നാണെന്നുള്ള അറിവ് നിങ്ങളെ ഉറപ്പായും ആശ്ചര്യപ്പെടുത്തും. മൃഗങ്ങളുടെ ലെതർ ഉപയോഗിച്ച് നിർമ്മിക്കുവാൻ കഴിയുന്നത് എന്തും വീഗൻ ലെതർ ഉപയോഗിച്ച് നിർമ്മിക്കുവാൻ സാധിക്കും. 10 വർഷത്തോളമാണ് വീഗൻ ലെതറിന്റെ ആയുസ്. എന്തായാലും വീഗൻ ലെതറിന്റെ കണ്ടുപിടുത്തം നമ്മുടെ ലോകത്തിലെ മലിനീകരണം കുറയ്ക്കുവാനും അതുപോലെ തന്നെ ധാരാളം നിർദോഷികളായ ജീവികളെ ജീവൻ സംരക്ഷിക്കപ്പെടുന്നതിനും കാരണമായി തീരുന്നു. നമ്പർ 10. വ്യത്യസ്തമായ ഓരോ മണങ്ങളും തിരിച്ചറിയുവാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ നമ്മുടെ മൂക്കിന് ഏകദേശം 5000-ഓളം മണങ്ങളെ തിരിച്ചറിയുവാനും അവയെ സ്റ്റോർ ചെയ്യുവാനുള്ള കഴിവുണ്ട്.
എപ്പോഴെങ്കിലും ഒരു പുതിയ മണം നമ്മുടെ മൂക്കിലേക്ക് കടക്കുമ്പോൾ ആ മണത്തെ തിരിച്ചറിഞ്ഞ് മൂക്ക് അതിനെ സ്റ്റോർ ചെയ്യും. വീണ്ടും എപ്പോഴെങ്കിലും ആ മണം മൂക്കിലെത്തിയാൽ വേഗത്തിൽ അത് എന്തിൻ്റെ മണമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് മൂക്കിൻ്റെ ഈ സ്റ്റോറേജ് കപ്പാസിറ്റി മൂലമാണ്. ഇപ്പോൾ മനസ്സിലായോ? അടുക്കളയിൽ ഉണ്ടാക്കുന്നത് മീൻ കറിയാണോ അതോ ഇറച്ചി കറിയാണോ എന്ന് ദൂരെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മണത്ത് കണ്ടുപിടിക്കുന്നതെന്ന്. നമ്പർ 9, കടലിലെ ഭീമന്മാരായ ഷാർക്കുകളെക്കുറിച്ച് 99% ആളുകൾക്കും അറിയാനിടയില്ലാത്ത ഒരു ഫാക്റ്റ് പറയട്ടെ. നമ്മുടെ ഭൂമിയിലെ ജീവനുള്ളതും അല്ലാത്തതുമായവയിൽ ഏറ്റവും പ്രായം ചെന്ന വിഭാഗമാണ് ഷാർക്കുകൾ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാർക്കുകൾ ഏകദേശം 45 കോടി വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ ജന്മം കൊണ്ടവയാണ്. എന്നാൽ ഭൂമിയിൽ മരങ്ങൾ ഉണ്ടായത് 36 കോടി വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ്. അതായത് ഷാർക്കുകൾ ഉണ്ടായതിന് 9 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് മരങ്ങൾ ഭൂമിയിൽ ഉണ്ടായത്. ഈ ആശ്ചര്യപ്പെടുത്തുന്ന ഫാക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാമായിരുന്നു? നമ്പർ 8, ചിലന്തി വലയ്ക്ക് സ്റ്റീലിനേക്കാൾ ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചിലന്തി വലയുടെ ഒരു നൂൽ വളരെ ദുർബലമാണ്. എന്നാൽ ആ നൂലുകൾ ചേർത്ത് വെച്ച് ഒരു കയറുണ്ടാക്കിയാൽ അത് സാധാരണ കയറിനേക്കാൾ വളരെയധികം ബലമുള്ളതായിരിക്കും. ഇനി ഒരു സ്റ്റീൽ പൈപ്പിന്റെ കാര്യമെടുക്കാം. സ്റ്റീൽ പൈപ്പിലുള്ള സ്റ്റീലിന്റെ അതേ അളവ് ചിലന്തി നൂലെടുത്ത് ഒരു പൈപ്പ് നിർമ്മിച്ചാൽ അതിന് സ്റ്റീൽ പൈപ്പിനേക്കാൾ 5 മടങ്ങ് ബലമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ ചിലന്തി വല അത്ര നിസ്സാരമല്ല എന്ന്? നമ്പർ 7, മനുഷ്യർക്ക് ഏറ്റവും അധികം ക്രിയേറ്റീവ് ഐഡിയകൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? കുളിക്കുമ്പോൾ. കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നിക്കുന്ന ഈ കാര്യം അത്ര ദഹിക്കില്ലെങ്കിലും സത്യം അതാണ്. സയന്റിഫിക് പഠനങ്ങൾ പറയുന്നത് കുളിക്കുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ ഫ്ലോ വർദ്ധിക്കുമെന്നാണ്. നമ്മുടെ തലച്ചോറിൽ പുത്തൻ ആശയങ്ങൾ കടന്നു വരുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ദിവസം മുഴുവനുള്ള സ്ട്രെസ് മൂലം പലപ്പോഴും പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സാഹചര്യം നമുക്ക് ലഭിക്കാറില്ല. അപ്പോൾ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്ട്രെസ് ലെസ് ആകുന്ന സമയങ്ങളിൽ സ്വാഭാവികമായും ഡോപ്പമിൻ ഉൽപ്പാദനം വർദ്ധിക്കും. കുളിക്കുന്ന നേരത്ത് മറ്റെല്ലാ ചിന്തകളും മാറ്റിവെക്കുന്നതോടെ ഡോപ്പമിൻ ഫ്ലോ വർദ്ധിക്കുകയും ക്രിയേറ്റീവ് ഐഡിയകൾ മനസ്സിൽ നിറയുകയും ചെയ്യുന്നു. നമ്പർ 6, പേടികൾ പലതരത്തിലുണ്ട്. അവ പല ഫോബിയകളായി അറിയപ്പെടാറുമുണ്ട്. അത്തരത്തിലുള്ള വിചിത്രമായ ഒരു ഫോബിയയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അനക്റ്റിഡൈഫോബിയ എന്നാണ് ഈ വിചിത്രമായ പേടിയുടെ പേര്. ഈ പേടിയുള്ളവർക്ക് തങ്ങളെ എപ്പോഴും ഒരു താറാവ് നിരീക്ഷിക്കുന്നുണ്ട് എന്ന തോന്നലാണ് ഉണ്ടാവുക. ഈ തോന്നൽ പതിയെ പേടിയായി മാറുകയും ചെയ്യും. താറാവ് ഇവരെ ആക്രമിക്കുമെന്ന് ഇവർക്ക് പേടിയുണ്ടാവാറില്ല എന്നത് രസകരമായ വസ്തുതയാണ്. എപ്പോഴും തന്നെ ഒരു താറാവ് നിരീക്ഷിക്കുന്നുണ്ടെന്ന ഭയം മൂലം നെഞ്ചുവേദനയും പരവേശവും അമിത രക്തസമ്മർദ്ദവും ഒക്കെ ആളുകളിൽ സാധാരണയായി കാണപ്പെടാറുണ്ട്. നമ്പർ 5, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 അക്ഷരങ്ങളുണ്ട്. അവയിൽ വി എന്ന അക്ഷരം മറ്റെല്ലാ അക്ഷരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താണ് ആ വ്യത്യാസമെന്നല്ലേ? ഇംഗ്ലീഷ് വാക്കുകളിലും പല അക്ഷരങ്ങൾ സൈലന്റ് ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ വി എന്ന അക്ഷരമുള്ള ഒരു വാക്കിൽ പോലും വി സൈലന്റ് ആവാറില്ല. സംശയമുണ്ടോ? ഒന്ന് അന്വേഷിച്ച് നോക്കൂ. നമ്പർ 4, നമ്മുടെ നാട്ടിലെ ട്രെയിനുകളിൽ പച്ചക്കൊടി വീശുന്ന ട്രെയിൻ ഗാർഡുമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ അടുത്തിടയ്ക്ക് ഇന്ത്യൻ റെയിൽവേ ഈ ട്രെയിൻ ഗാർഡുമാരുടെ തസ്തികയുടെ പേര് ഒന്ന് മോഡിഫൈ ചെയ്തു കേട്ടോ. ഇനി മുതൽ ട്രെയിൻ ഗാർഡുമാർ ട്രെയിൻ മാനേജർമാർ എന്ന പേരിലാകും അറിയപ്പെടുക. നമ്പർ 3, ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ വസ്തുവാണ് ഗ്രാഫീൻ. കാർബണിന്റെ അലോട്രോപ്പായ ഗ്രാഫീൻ പേപ്പറിനേക്കാളും നേർത്ത അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ബലം എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഗ്രാഫീന്റെ ബലം സ്റ്റീലിനേക്കാൾ 100 മടങ്ങാണ്. നമ്പർ 2, മെക്സിക്കോയിലെ യുകാട്ടാൻ പെനിൻസുലയിൽ ചിക്സുലുബ് എന്നൊരു അഗാധമായ ഗർത്തമുണ്ട്. ഈ ഗർത്തത്തിന് ഏകദേശം 150 കിലോമീറ്റർ വ്യാസവും 20 കിലോമീറ്റർ ആഴവുമുണ്ട്. 65 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങിയ ഒരു ഉൽക്കമൂലം ഉണ്ടായതാണ് ഈ ഗർത്തം എന്നാണ് ഗവേഷകർ പറയുന്നത്. ഭൂമിയിലെ അതികായന്മാരായിരുന്ന ഡൈനോസറുകൾക്ക് വംശനാശമുണ്ടാക്കിയ വിനാശമാണ് ആ ഉൽക്കാപതനം എന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ അവരുടെ അവകാശവാദങ്ങൾക്ക് സാധുത നൽകുന്ന തെളിവുകളൊന്നും ഇന്നുവരെ കണ്ടെത്താനായിട്ടില്ല. നമ്പർ 1, ക്രിക്കറ്റ് മത്സരത്തിനിടയിൽ കളിക്കാർ പന്ത് അവരുടെ പാന്റിൽ ഉരയ്ക്കുന്നത് നമ്മളെല്ലാവരും സാധാരണയായി കാണാറുള്ള കാഴ്ചയാണ്. നമ്മളിൽ പലരും ക്രിക്കറ്റ് കളിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ അത് അനുകരിക്കുകയും ചെയ്യാറുണ്ട്. എന്തിനാണ് കളിക്കാർ അങ്ങനെ ചെയ്യുന്നതെന്നോ? കളിക്കിടയിൽ പന്തിന്റെ തിളക്കം നഷ്ടപ്പെട്ട് പന്ത് പരിക്കനായി തീരും. ഈ പരിക്കൻ പന്ത് ഉപയോഗിക്കുമ്പോൾ ബാറ്റ്സ്മാന് വളരെ സുഖമായി പന്തുകൾ നേരിടാൻ സാധിക്കും. അത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് കളിക്കാർ പന്ത് പാന്റിൽ ഉരസി തിളക്കമുള്ളതാക്കുന്നത്. പന്തിന്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പോഴും ഇങ്ങനെ ഉരസി മിനുക്കാറുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ പന്തിന്റെ പരിക്കനായ ഭാഗത്ത് കൂടുതൽ എയർ പ്രഷർ അനുഭവപ്പെടുകയും പന്ത് സ്വിംഗ് ചെയ്യാനും ആരംഭിക്കും. അത് ബാറ്റ്സ്മാന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനാലാണ് കളിക്കാർ പന്ത് പാന്റിൽ ഉരസി മിനുക്കുന്നത്. ഇന്നത്തെ ഈ ഫാക്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ, ടേക്ക് കെയർ.